ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്രെഡും കിഴങ്ങും കൊണ്ട് എളുപ്പത്തിലൊരു വീട്ടിലെ 4 മണി പലഹാരം ഉണ്ടാക്കാവുന്ന ഒരു ബ്രെഡ് പക്കോടയാണ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എടുത്തിരിക്കുന്ന 6 പീസ് ബ്രെഡാണ്. ഇതുപോലെ കിഴങ്ങ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് 3 കിഴങ്ങാണ് എടുത്ത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് മുമ്പായി ഈ ബ്രെഡ് നമുക്ക് ഈ ബൗളിലേക്ക് ചെറിയ പീസായി പൊടിച്ചെടുക്കാം. വെള്ളത്തിൽ വേണേലും മുക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ പീസാക്കി നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡെല്ലാം ഞാൻ ഇവിടെ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. നിങ്ങൾക്ക് ഒത്തിരി പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ കിഴങ്ങ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കൈ കൊണ്ടൊന്ന്. അപ്പം നമ്മുടെ കിഴങ്ങെല്ലാം ഞാൻ നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലകളാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ പച്ചമുളക് ഇടുന്നില്ല, കുരുമുളക് ഇടുന്നത് കൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഗരം മസാല 1/4 സ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ 2 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മസാലകളെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിൽ 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് ചെറിയ ബോൾസായിട്ട് എടുത്തിടാം. എത്രയും വലിപ്പം വേണം അവരവരുടെ വലിപ്പത്തിനനുസരിച്ച് ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ അവരവരുടെ വലുപ്പത്തിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. പക്കോട ഇവിടെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ബ്രെഡും കിഴങ്ങും ഒക്കെ നമ്മുടെ വീട്ടിലകത്തെ സാധനങ്ങൾക്കൊന്ന് തന്നെ എളുപ്പത്തിൽ 4 മണിക്ക് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.